ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ലെസ് സ്ട്രോബെറി കേക്കിന്റെ സ്പഞ്ച് മേക്കിങ്ങും ഐസിങ്ങും ഡിസൈനിങ്ങും ആയിട്ടാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ. അതിനായിട്ട് ഡ്രൈ ആയ ഒരു ബൗളിൽ 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരടപ്പ് വെച്ച് അടച്ചു വെക്കുക. എന്നിട്ട് പാല് ബട്ടർ മിൽക്ക് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പോഴേക്കും പാലൊക്കെ പിരിഞ്ഞ് ബട്ടർ മിൽക്ക് ആയിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര എല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞു വന്നാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതേസമയം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. മൈദ എടുക്കുന്നതിന് മുന്നേ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി 2 കപ്പ് മൈദ അളന്നെടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഒറ്റത്തവണ മാത്രം അരിച്ചിട്ട് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം നമുക്ക് നേരത്തെ അടച്ചു വെച്ചതൊന്ന് തുറന്നു നോക്കാം. ഇതാ നോക്കിയേ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം പ്രവർത്തിച്ച് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലൊക്കെ നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും കൂടാതെ കുറച്ചായി ചേർത്ത് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാൻ. ലാസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കട്ടകളൊന്നും കൂടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒരു സ്പാച്ചുല വെച്ച് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ച് സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററൊക്കെ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക കൂടി ചെയ്യാം. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ട് 160 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടാകും. അതേസമയം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ഒരു അലുമിനിയം ചെമ്പ് 10 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴിതാ കേക്കൊക്കെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്ന ടൈമിൽ ഒരു കോട്ടൺ ടവൽ കൊണ്ട് കേക്ക് മൂടി വെക്കണം. അങ്ങനെ കേക്കൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷം ഞാനിതാ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഷുഗർ സിറപ്പിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ക്രീമും സ്ട്രോബെറി ക്രഷ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ക്രീം ഞാൻ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ക്രീം ബീറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് പോയിട്ട് കാണാം. അങ്ങനെ ക്രീമൊക്കെ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തെടുത്ത് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്കിന്റെ മുകളിലും സൈഡിലുമായിട്ട് കുറച്ച് മാത്രം ക്രീം അപ്ലൈ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഞാൻ കേക്കിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഫൈനൽ കോട്ട് ചെയ്യാൻ പോവുകയാണ്. വൈറ്റ് കളർ ക്രീമിൽ തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. കേക്കിന്റെ മുകളിലും സൈഡിലുമായിട്ട് കുറച്ച് കൂടുതൽ ക്രീം അപ്ലൈ ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ കേക്ക് ഫിനിഷ് ആക്കുന്നത് റൗണ്ട് കേക്കിനേക്കാൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ സ്ക്വയർ കേക്കും എളുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ ഫൈനലൈസിങ് ചെയ്തെടുക്കാൻ പറ്റും. സൈഡിൽ 4 ഭാഗത്തും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐസിങ് നൈഫ് ഉപയോഗിച്ച് മുകളിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ കേക്കിന്റെ മുകൾ വശവും സൈഡ് വശവും എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വരുന്നത് വരെ സ്ക്രാപ്പറും ഐസിങ് നൈഫും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ ക്രീം ആവശ്യമുള്ള സ്ഥലത്ത് ക്രീം ഒന്നുകൂടി അപ്ലൈ ചെയ്ത് സ്ക്രാപ്പർ ഉപയോഗിച്ച് വലിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ഭാഗവും നല്ല രീതിയിൽ ഫിനിഷ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാ കേക്ക് ഞാൻ നല്ല രീതിയിൽ ഫൈനലൈസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഫൈനൽ ഡെക്കറേഷനായിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിൽ 2 കോർണറിലുമായിട്ട് പിങ്ക് കളർ ക്രീമിലുള്ള ഫ്ലവേഴ്സ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും വിശദീകരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ 2 കോർണറിലും ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നോസിൽ വെച്ചൊരു ഡിസൈൻ ചെയ്യാം. ഇനി താഴെയും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
കേക്കിൻ്റെ മുകളിലായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് ലീഫ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ച് ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കേക്കിൽ നെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ബോൾസ് ഒക്കെ വെച്ച് കേക്ക് നല്ല രീതിയിൽ ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.